യോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുകയും സന്തോഷവും സമാധാനവും ഐശ്വര്യവുമായ ജീവിതം വന്നു ചേരുവാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ അതായത് 2025 മാർച്ച് 29 വരെ ശാസ്താ ക്ഷേത്രത്തിലും അല്ലെങ്കിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലൊക്കെ നീരാഞ്ജനം കഴിപ്പിക്കുക, ശനീശ്വര ദേവനെ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് പുഷ്പാഞ്ജലികളോ വഴിപാടുകളോ നടത്തിക്കൊണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം ചെയ്ത് മുന്നോട്ട് പോവുക. അതിന് ഒരു മുടക്കവും വരുത്തണ്ട. അതിനുശേഷം നിങ്ങൾ ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താ ക്ഷേത്രത്തിലും അയ്യപ്പ ക്ഷേത്രത്തിലും പോവുകയും പ്രാർത്ഥിക്കുക, ആത്മാർത്ഥമായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. കൂടാതെ പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ നീരാഞ്ജനം നെയ്വിളക്ക് ഇതെല്ലാം നടത്തിയെന്ന് പറഞ്ഞ് ഒരു തെറ്റുമില്ല. നടത്തുന്നതുകൊണ്ട് ഭഗവാൻ വഴിപാട് നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഭഗവാന്റെ പ്രീതി നമുക്കുണ്ടാകാനും ഭഗവാന്റെ അനുഗ്രഹം കൂടുതലായി നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന ശനിദോഷം ഈ വരുന്ന 2.5 വർഷ കാലഘട്ടം മാറുകയാണ്. ഇനിയുള്ള ജീവിത കാലഘട്ടം സന്തോഷകരമായി തന്നെ മുന്നോട്ട് നിങ്ങൾക്ക് പോകുവാൻ സാധിക്കും. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. കൂടാതെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.